ഒരു കാലത്ത് CPM-ന്റെ ചെങ്കോട്ടയായിരുന്ന തൃത്താല പിന്നീട് കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ച ഒരു നിയോജക മണ്ഡലമായി മാറി. ഇപ്പോൾ ഒരിക്കൽ കൂടി അത് അതേ പാതയിലേക്ക് തന്നെയാണ് VT ബൽറാം എത്തിക്കുക എന്നാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. കേരളത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ രണ്ട് പാർട്ടികളിലെ, അതായത് കോൺഗ്രസിലെയും CPM-ലെയും രണ്ട് പ്രധാന നേതാക്കന്മാർ നേരിട്ട് രാഷ്ട്രീയപരമായി ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലം. ചരിത്രപരമായിട്ട് നോക്കിയാൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും ശക്തമായ മത്സരം കണ്ട സ്ഥലമാണ് തൃത്താല. 1991 മുതൽ 2011 വരെ CPM-ന്റെ ശക്തമായിട്ടുള്ള ഒരു കോട്ട തന്നെയായിരുന്നു, ചെങ്കോട്ട തന്നെയായിരുന്നു തൃത്താല. എന്നാൽ 2011 തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റമാണ് തൃത്താലയിൽ സംഭവിച്ചത്. 2011 കോൺഗ്രസിന്റെ VT ബൽറാം എന്ന ശക്തനായ നേതാവിലൂടെ തൃത്താല മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചു. അതിനുശേഷം അന്നാട്ടിലെ MLA ആയ VT ബൽറാം ജനങ്ങളുമായി ശക്തമായിട്ടുള്ള ഒരു ബന്ധം പടുത്തുയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതേ തുടർന്ന് 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും VT ബൽറാം അവിടെ ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിച്ചു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞു. അതിരുവിട്ട വാക്കുകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ VT ബൽറാം എന്ന സാമാന്യം ജനസ്വാധീനമുള്ള നേതാവിനെ അത്ര നല്ല പേരായിരുന്നില്ല 2021 അദ്ദേഹം മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല 2021 ശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീനവും ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിനുള്ളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ശക്തമായിട്ട് അന്നത്തെ കാലത്ത് ബൽറാമിനെ ബാധിച്ചു എന്നാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അതേ തുടർന്ന് VT ബൽറാം അവിടെ പരാജയപ്പെട്ടു. അദ്ദേഹം പരാജയപ്പെട്ടത് നിലവിലെ മന്ത്രി കൂടിയായ MP രാജേഷിനോടായിരുന്നു. പക്ഷേ ഇന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. തൃത്താല കോൺഗ്രസിലുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുകയും എന്ന് മാത്രമല്ല ശക്തമായിട്ടുള്ള ഒരു ഐക്യം കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സമയമാണിത്. കൂടാതെ തൃത്താല മണ്ഡലത്തിൽ അത്യാവശ്യം വലിയൊരു പൊളിറ്റിക്കൽ പവറാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ കട്ട സപ്പോർട്ടും ഇവിടെ കോൺഗ്രസിനുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും UDF എന്ന സംവിധാനം വളരെ ശക്തമായിട്ടാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് തൃത്താല മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽപ്പെട്ട 8 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തിലും UDF വലിയ വിജയമാണ് നേടിയത്. ഇതൊരു കേവലം വിജയമായിട്ടല്ല കേട്ടോ നമ്മൾ കാണേണ്ടത്. തൃത്താലയിലെ ജനങ്ങളിൽ വന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് ഈ വിജയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. മാത്രമല്ല നിലവിൽ കേരളത്തിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരവും MP രാജേഷ് നൽകിയ പല വികസന വാഗ്ദാനങ്ങളും നടപ്പിലാകാത്തതിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ന്യൂട്രൽ വോട്ടുകളെ പൊതുവെ UDF-ലേക്ക് കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഷ്പക്ഷ വോട്ടുകളും യുവാക്കളുടെ വോട്ടുകളും തൃത്താലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ട്രാക്കിലേക്ക് കൃത്യമായി എത്തിക്കാൻ UDF സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പശ്ചാത്തലത്തെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഇതിനോടകം തന്നെ ഉറപ്പായിട്ടുണ്ട്. തൃത്താലയിൽ VT ബൽറാം എന്ന ശക്തനായ കോൺഗ്രസിന്റെ നേതാവ് ഇതാ തിരിച്ചു വരാൻ പോവുകയാണ്. ഏതാണ്ട് 3000 മുതൽ 5000 വോട്ടുകൾക്ക് VT ബൽറാം തൃത്താല മണ്ഡലം ഒരിക്കൽ കൂടി കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൃത്താല മണ്ഡലത്തിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, നാഗലശ്ശേരി, പരതൂർ, പട്ടിത്തറ, തിരുമുറ്റക്കാട്, തൃത്താല എന്നീ 8 ഗ്രാമപഞ്ചായത്തുകളാണ് തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ തന്നെ ആനക്കര, ചാലിശ്ശേരി, കപ്പൂർ, പട്ടിത്തറ, തൃത്താല പഞ്ചായത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട്. UDF നേടിയത് വലിയ രീതിയിലുള്ള ഒരു വിജയമായിരുന്നു. എന്നാൽ LDF-ന് തൃത്താല മണ്ഡലത്തിൽ നിലനിർത്താൻ കേവലം 3 പഞ്ചായത്തുകളിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ LDF-ന് തൃത്താല മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് നാഗലശ്ശേരി, പരതൂർ, തിരുമിറ്റക്കാട് എന്നീ 3 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് LDF-ന് ജയിക്കാൻ സാധിച്ചത്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് VT ബൽറാം വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് തൃത്താലയിൽ നേടാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചന. ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് CPM-ന്റെ ചെങ്കോട്ടയായിരുന്ന തൃത്താല
പിന്നീട് കോൺഗ്രസിന്റെ കരുത്ത് തെളിയിച്ച ഒരു നിയോജക മണ്ഡലമായി മാറി. ഇപ്പോൾ ഒരിക്കൽ കൂടി അത് അതേ പാതയിലേക്ക് തന്നെയാണ് VT ബൽറാം എത്തിക്കുക എന്നാണ് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. ഒത്തൊരുമയുള്ള കോൺഗ്രസ്, ശക്തമായിട്ടുള്ള UDF, സംസ്ഥാനത്ത് ഉടനീളമുള്ള ഭരണവിരുദ്ധ വികാരം, ഈ മൂന്ന് ഘടകങ്ങളും ഒന്നിച്ചു ചേർന്നാൽ തൃത്താലയിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ VT ബൽറാം ജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്ന നമ്മൾ മേൽപ്പറഞ്ഞ മൂന്ന് ഘടകങ്ങളും ഒന്നിച്ചാൽ ഒരു പക്ഷേ 5000 എന്നുള്ളത് 25,000 ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും VT ബൽറാം എന്ന കോൺഗ്രസിന്റെ UDFന്റെ ശക്തനായ സാരഥി തന്റെ കോട്ടയിലേക്ക് തിരിച്ചെത്താൻ പോവുകയാണ്. ആ സുദിനത്തിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. UDF തരംഗത്തിൽ തൃത്താലയ്ക്കും നിർണായകമായ സ്ഥാനമുണ്ട് എന്നാണ് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.